കാക്കപ്പ് തേങ്ങ ചിരകിയത്, കാക്കപ്പ് പുതിനായില, 50 ഗ്രാം ക്യാരറ്റ്, കാക്കപ്പ് വെള്ളം, 3/4 കപ്പ് ഡബിൾ ഹോസിൻ്റെ പുട്ടുപൊടി നമുക്ക് എടുത്ത് വെക്കാം. ഈ 3/4 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. 50 ഗ്രാം ക്യാരറ്റ് വെള്ളത്തിലിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് നിർത്തി വെക്കാം. മിക്സിയുടെ ബൗളിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും 1/4 കപ്പ് പുതിനായിലയും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളവും 50 ഗ്രാം ക്യാരറ്റ് വേവിച്ചും കൂടി നമുക്ക് മിക്സിയുടെ ബൗളിലിട്ട് അരച്ചെടുക്കാം. നനച്ച പുട്ട് നമുക്ക് അളന്നെടുക്കാം. അപ്പം 1/4 കപ്പുണ്ട്. നമ്മൾ വൈറ്റിന് 1/2 കപ്പും ഗ്രീനിന് 1/2 കപ്പും 1 ടേബിൾ സ്പൂണും ഓറഞ്ചിന് 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ ഇട്ട് നമുക്ക് 3 തിരിച്ചു വെക്കാം. 3 ടേബിൾ സ്പൂൺ പുതിനായിലയും വെള്ളവും കൂടെ അരച്ചത് നമുക്ക് ഗ്രീനിന് വേണ്ടിയുള്ള പുട്ടുപൊടിയിൽ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ക്യാരറ്റും വെള്ളവും കൂടെ അരച്ചത് നമുക്ക് ഓറഞ്ചിന് വേണ്ടിയുള്ള പുട്ടുപൊടിയിൽ ഇട്ട് കൊടുക്കാം. പുതിനായില പേസ്റ്റും ഓറഞ്ച് പേസ്റ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പുട്ടുപൊടിയിൽ. 2 ടേബിൾ സ്പൂൺ പാല് നമുക്ക് വൈറ്റിന് വേണ്ടിയുള്ള പുട്ടുപൊടിയിൽ ഒഴിച്ച് കുഴച്ചെടുക്കാം. പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക. പച്ചയുടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക. വെള്ളയുടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക. ഓറഞ്ചിൻ്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ തേങ്ങാപ്പീരിയും കൂടി ഇട്ട് നമുക്ക് ടൈറ്റായിട്ട് അടച്ച് വെക്കാം. ഗ്യാസിൽ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആവി വരുമ്പോഴത്തേക്കും നമുക്ക് പുട്ടുകുറ്റി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടെ ആവി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് നിർത്തി ആറിക്കഴിഞ്ഞ് നമുക്ക് പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് നമുക്ക് ഒരു കമ്പി വെച്ച് വെളിയിലേക്കിട്ട് ബ്ലൂബെറി വെച്ച് നടുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നാഷണൽ ഫ്ലാഗ് കളർ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.